ഹരേ കൃഷ്ണ. മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സൗവർണം, അതായത് ഗരുഡോൽപത്തി, ഗരുഡൻ്റെ ഉത്ഭവത്തെക്കുറിച്ച്, ഗരുഡൻ്റെ ജനനത്തെക്കുറിച്ച് പറയാമെന്ന് വിചാരിക്കുകയാണ്. ഹരേ കൃഷ്ണ. സൂതനാണ് കഥ പറഞ്ഞു തുടങ്ങുന്നത്. ശൗനക മഹർഷിയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. കശ്യപ മഹർഷിക്ക് എന്തുകൊണ്ടാണ് ഇത്ര ബലവാനും ധീരനും ആയിട്ടുള്ള ഗരുഡൻ ജനിക്കാനുണ്ടായ കാരണം, അതാണ് ചോദിക്കുന്നത്. അതിനുള്ള ഉത്തരമാണ് സൂതൻ പറഞ്ഞു തുടങ്ങുന്നത്. കശ്യപ മഹർഷിക്ക് വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു പുത്രനുണ്ടാകണം എന്നത്. ബലവാനും ധീരവാനും അതിശക്തനുമായിട്ടുള്ള അതിബുദ്ധിമാനുമായിട്ടുള്ളൊരു പുത്രൻ വേണമെന്ന്. അതിനായി ഹോമം ചെയ്യാൻ തന്നെ, യാഗങ്ങളും ഹോമവും ചെയ്യാൻ തന്നെ കശ്യപ മഹർഷി തീരുമാനിച്ചു. കശ്യപ മഹർഷിക്ക് അക്കാലത്ത് ഋഷിമാരും ഗന്ധർവന്മാരും എല്ലാവരും വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. കശ്യപ മഹർഷി ഹോമത്തിനുള്ള വിറക് കൊണ്ടുവരാനായി ഇന്ദ്രാദി ദേവന്മാരെയും ബാല്യഗല്യ മഹർഷിമാരെയും വിട്ടു. ദേവേന്ദ്രൻ തനിക്കാകും വിധം അത്രയും ശക്തിയിൽ, തൻ്റെ ശക്തിക്കൊത്ത വിധം മല പോലെ ഹോമത്തിനുള്ള വിറകു കൊണ്ടുവന്നു. അത് കൊണ്ടുവരുമ്പോൾ ദേവേന്ദ്രൻ കാണുകയാണ്, തൻ്റെ പെരുവിരലിനോളം വലിപ്പമുള്ള, അത്രേ വലിപ്പമുള്ളൂ ബാലഗല്യ മഹർഷിമാർ. ആ ബാലഗല്യ മഹർഷിമാർ ഓരോ ചെറിയ വിറക് പൂളും തലയിലേന്തി പോകുന്നത് കണ്ട ഇന്ദ്രന് പരിഹാസമാണ് തോന്നിയത്. അതങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ദേവേന്ദ്രൻ കാണുകയാണ്, ഒരു പശുക്കുളമ്പ് പതിഞ്ഞ, അതിൽ എത്ര വെള്ളം കെട്ടി നിൽക്കും, ആ വെള്ളത്തിൽ വീണുഴലുന്ന ആ മഹർഷിമാരെയാണ്. അത്രയും ചെറുതാണല്ലോ ബാലഗല്യ മഹർഷിമാർ. അതുകൊണ്ട് തന്നെ ആ വെള്ളത്തിൽ വീണുഴലുന്ന ആ ബാലഗല്യ മഹർഷിമാരെ കണ്ട് പരിഹസിച്ച് ചിരിച്ചു പോവുകയാണ് ദേവേന്ദ്രൻ. അവരെ പിടിച്ച് കയറ്റാനൊന്നും നിൽക്കാതെ അങ്ങനെ അങ്ങ് പരിഹസിച്ച് കടന്നുപോയി ദേവേന്ദ്രൻ. ഇത് കണ്ടപ്പോൾ മഹർഷിമാർക്ക് കോപവും ദുഃഖവും ഉണ്ടായി. പിന്നീട് ബാലഗല്യ മഹർഷിമാർ ഇന്ദ്രനെ ഭയപ്പെടുത്താനായി മഹാകർമ്മം തന്നെ ആരംഭിച്ചു. അവരെന്താണ് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ, ഇന്ദ്രനേക്കാൾ കാമവീര്യനും കാമകനും അമരേന്ദ്രനുമായ മറ്റൊരു ഇന്ദ്രൻ തങ്ങൾക്കുണ്ടാകണേ. അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഹോമം ചെയ്യുന്നത്. തങ്ങൾക്കുണ്ടാകുന്ന ഇന്ദ്രനെ ഇപ്പോഴുള്ള ഇന്ദ്രനേക്കാൾ 100 ഇരട്ടി ശക്തിയുള്ളവനും വീരനും ആയിരിക്കണം. അത് തങ്ങളുടെ തപസ് കൊണ്ട് ഉണ്ടാകുക തന്നെ ചെയ്തും അവർ തീരുമാനിച്ചു. അതിനു വേണ്ടി അവർ ഹോമം തുടങ്ങിയതറിഞ്ഞ ഇന്ദ്രൻ കശ്യപ മഹർഷിയെ തന്നെ ശരണം പ്രാപിക്കുകയാണ് ചെയ്തത്. ഇതറിഞ്ഞ കശ്യപ മഹർഷി ബാലഗല്യ മഹർഷിമാരുടെ സമീപം ചെന്ന് അവരെ സാന്ത്വനപ്പെടുത്തി. കശ്യപ മഹർഷി പറഞ്ഞു തുടങ്ങി, ബ്രഹ്മാവ് ഇന്ദ്രനെ 3 ലോകത്തിനും ഇന്ദ്രനായി നിശ്ചയിച്ചിരിക്കുകയാണല്ലോ. ഇനി ഇവിടെ മറ്റൊരു ഇന്ദ്രൻ വേണോ? അതുകൊണ്ട് ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്നവൻ, നിങ്ങളെന്തായാലും ഹോമം ചെയ്തു തുടങ്ങിയല്ലോ, അതിനി വെറുതെയാകില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന പുത്രൻ പക്ഷികൾക്കൊക്കെ ഇന്ദ്രനായി വരട്ടെ. ഇത് മനസ്സിലാക്കി ബാലഗല്യ മഹർഷിമാർ പറഞ്ഞു, കശ്യപ മഹർഷി, അങ്ങ് എന്തായാലും ഒരു പുത്രനു വേണ്ടി കർമ്മം ചെയ്യുകയും ആണല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ ഈ പുത്രൻ അങ്ങയാൽ ജനിക്കപ്പെടട്ടെ. അങ്ങേക്ക് ശ്രേയസ് ഭവിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ പറഞ്ഞ് ബാലഗല്യ മഹർഷിമാർ അവിടം വിട്ടുപോയി. ഈ സമയത്ത് കശ്യപ മഹർഷിയുടെ ഭാര്യയായ വിനിത ഒരു പുത്രനെ കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് ശുചിയായി തപസ് ചെയ്ത് വ്രതസ്നാന ശുദ്ധിയായി ഭർത്താവിനെ സമീപിക്കുകയാണ്. ഈ സമയത്ത് കശ്യപ പ്രജാപതി പറഞ്ഞു, ദേവി, നിന്റെ ഇംഗിതം സഫലമായി തീരുക തന്നെ ചെയ്യും. നീ വീരന്മാരായ 2 പുത്രന്മാരെ പ്രസവിക്കും. അവർ ഭുവനേശ്വരന്മാരായി തീരും. ബാലഗല്യ മഹർഷിമാരുടെ തപസ് കൊണ്ടും എൻ്റെ സങ്കല്പം കൊണ്ടും ഈ പറഞ്ഞത് തീർച്ചയായും നിശ്ചയമായും സംഭവിക്കുക തന്നെ ചെയ്യും. നിനക്ക് ജനിക്കാൻ പോകുന്ന പുത്രൻ യോഗ്യനായും വിശ്വപൂജിതനായും തീരും. അതുകൊണ്ട് ഈ ഗർഭം നീ തെറ്റുപറ്റാതെ ധരിക്കുക.
പിന്നീട് കശ്യപ മഹർഷി ഇന്ദ്രനോടായി പറഞ്ഞു, ഈ ജനിക്കാൻ പോകുന്ന 2 വീരയോദ്ധാക്കളും നിന്റെ സഹോദരന്മാരാണ്. അവർ നിനക്ക് തുണയായി ഭവിക്കുക തന്നെ ചെയ്യും. അവർ നിനക്ക് ദോഷമുണ്ടാകുന്നതൊന്നും ചെയ്യുകയില്ല. തീർച്ചയായും അങ്ങ് തന്നെയായിരിക്കും ദേവേന്ദ്രൻ. പക്ഷേ ഇനി ഒരിക്കലും സജ്ജനങ്ങളെ, ഭക്തജനങ്ങളെ അങ്ങ് പരിഹസിക്കരുത് ദേവേന്ദ്ര. ഇത് കേട്ട ദേവേന്ദ്രൻ ആശങ്ക വിട്ട് സ്വർഗലോകത്തിലേക്ക് മടങ്ങിപ്പോയി. പിന്നീട് കശ്യപ പ്രജാപതിയുടെ ഭാര്യയായ വിനിത 2 ആൺകുട്ടികളെ പ്രസവിച്ചു. അരുണൻ, ഗരുഡൻ എന്നീ 2 പുത്രന്മാർ ഉണ്ടായി വന്നു. അരുണൻ സൂര്യസാരഥിയായി, ഗരുഡൻ പക്ഷികൾക്ക് ഇന്ദ്രനായി. ഈ ഗരുഡനാണ് പിന്നീട് അമൃത് അപഹരിക്കാനായി പോകുന്നത്. അത് അടുത്ത പ്രാവശ്യം പറയാം. ഹരേ കൃഷ്ണ.